അതാണ് തളിപ്പറമ്പിൽ ശ്രീ ഗോവിന്ദൻ്റെ വിജയത്തിലൂടെ കിട്ടുന്ന ഒരു സന്ദേശം. മൂന്നാമത്തെ ഒരു കാര്യം, വടകരയിൽ, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ കെ രമ വീണ്ടും ജയിച്ചതാണ്. കെ രമ ജയിച്ച അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. CPM പാർട്ടിയുടെ ആൾക്കാർ രമയുടെ ഭർത്താവിനെ 51 വെട്ടുവെട്ടി വളരെ ക്രൂരമായിട്ട് കൊന്ന ഒരു ദിവസവും കൂടിയാണ്. എന്തിനു കൊന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് സ്വതന്ത്രനായി എന്നുള്ള ഒരൊറ്റ കുറ്റമാണത് ചെയ്തത്. അപ്പം പക്ഷേ അന്ന് അങ്ങനെ ചെയ്ത സമയത്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, അല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് ശ്രീ പിണറായി വിജയനായിരുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരു ആളെ അതിദാരുണമായിട്ട് റോഡിൽ 51 വെട്ടുവെട്ടി വളരെ വികൃതമാക്കി, ബോഡിയൊക്കെ വികൃതമാക്കി കൊന്ന ഒരു ദിവസമായിരുന്നു. അവരുടെ ഭാര്യയാണ് കെ രമ. അവർ വളരെ നല്ല ഭൂരിപക്ഷത്തിൽ വടകരയിൽ നിന്ന് ജയിച്ചു. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം. ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് വേണേൽ മാറാം. അതൊക്കെ അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്.